എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാജി മഞ്ചേരി. ഇന്നത്തെ വീഡിയോയിൽ രാമായണത്തിലെ കാക്കയ്ക്ക് രാമായണത്തിനുള്ള പ്രാധാന്യം വെളിവാക്കുന്ന ഒരു ഭാഗമാണ്. രാമായണത്തിൽ ജടായു എന്ന പക്ഷിയും സമ്പാദി എന്ന പക്ഷിയുമൊക്കെ മൃഗങ്ങൾ ഒക്കെ കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട്. വാനരന്മാർ വലിയ തോതിൽ കഥാപാത്രങ്ങളാകുന്നുണ്ട്. എന്നാൽ സീതയുടെ പാതിവൃത്യവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ശക്തിയെ വെളിവാക്കുന്ന ഒരു കഥ കാക്കയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ കാക്കയുടെ പ്രത്യേകത ചിത്തകൾ കൊത്തിവലിക്കുമെങ്കിലും ഏറ്റവും വൃത്തിയും വെടുപ്പുമുള്ളവൾ എന്ന് വൈലോപ്പള്ളി പറഞ്ഞിട്ടുണ്ട്. കാക്കയ്ക്ക് ഒറ്റക്കണ്ണാണ് ഉള്ളതെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ ഒറ്റക്കണ്ണ് കിട്ടിയത് എന്ന് വെളിവാക്കുന്ന ഒരു കഥ കൂടെയാണ് രാമായണത്തിലെ കാക്ക. വനവാസകാലത്ത് 13 വർഷം കഴിഞ്ഞ് സീതയും രാമനും ലക്ഷ്മണനും വനവാസം തുടരുന്ന സമയത്ത് ഒരിക്കൽ രാമൻ്റെ അരികിൽ സീതയുടെ അരികിൽ രാമനും മാത്രമായ ഏകാന്തമായ ഒരു സമയത്ത് സീതയുടെ മടിയിൽ തലവെച്ച് രാമൻ ഉറങ്ങുകയാണ്. ആ സമയത്ത് ലക്ഷ്മണൻ സ്ഥലത്തില്ല. ആ സമയത്താണ് ദേവേന്ദ്രൻ്റെ പുത്രനായിട്ടുള്ള ജയന്തൻ ഒരു കാക്കയുടെ രൂപത്തിൽ സീതയുടെ പാതിവൃത്യത്തെക്കുറിച്ചും രാമൻ്റെ ദൈവശക്തിയെക്കുറിച്ചും പരീക്ഷിക്കുവാനായിട്ടെത്തുന്നു. അപ്പോൾ കാക്കയായിട്ട് വന്ന് ആ സമയത്ത് ഈ രാമൻ സീതയുടെ മടിയിൽ തലവെച്ച് ഉറങ്ങുകയാണ്. അപ്പോൾ കാക്കയായിട്ട് വന്നിട്ട് കൊത്തുകയും അവളുടെ മാറിടത്തിൽ മാന്തുകയും ഒക്കെ ചെയ്തു. പക്ഷേ രാമൻ മടിയിൽ തലവെച്ച് ഉറങ്ങുന്നതുകൊണ്ട് രാമനെ എഴുന്നേൽപ്പിക്കേണ്ടി വരുമല്ലോ എന്ന് ഭയന്നിട്ട് സീത ഈ കാക്കയുടെ കൊത്തും കടിയും മാന്തലും ഒക്കെ ഏൽക്കുകയാണ്. അങ്ങനെ കുറേ കഴിഞ്ഞ് രാമൻ കിടന്നിങ്ങനെ ഉറങ്ങുകയാണ്. സീതയുടെ നെറ്റിയിൽ നിന്ന് തലയിൽ നിന്ന് സിന്ദൂര രേഖയിൽ നിന്ന് സിന്ദൂരവും ഒപ്പം രക്തവും കലർന്ന ആ രക്തത്തുള്ളികൾ വന്ന് രാമൻ്റെ മുഖത്ത് പതിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തൻ്റെ മുഖത്ത് നനവ് പറ്റിയപ്പോൾ രാമൻ എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് ഒരു കാക്ക പറന്ന് ദൂരേക്ക് മാറുന്നതും സീത രക്തത്തിൽ കുളിച്ച് ഇരിക്കുന്നതുമാണ്. സീതയുടെ അവസ്ഥ കണ്ട് രാമൻ പെട്ടെന്ന് സങ്കടത്തിലായി. നോക്കുമ്പോൾ ദൂരെ ഇരുന്ന് കാക്ക ഇങ്ങനെ രാമനെ തുറിച്ചു നോക്കുന്നു, സീതയെ തുറിച്ചു നോക്കുന്നു. രാമനുടൻ തന്നെ ഒരു പുൽക്കൊടി എടുത്തിട്ട് ഈ കാക്കയുടെ നേരെ അമ്പയുകയാണ്. പുൽക്കൊടിയിൽ മന്ത്രം ചൊല്ലി ആ കാക്കയെ കൊല്ലുക എന്നുള്ള ലക്ഷ്യത്തിൽ അമ്പെയ്തു. അപ്പോൾ ദേവേന്ദ്രൻ്റെ പുത്രനായിട്ടുള്ള ജയന്തനാണ് ആ കാക്കയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ വനവാസകാലത്ത് ഈ ജയന്തൻ ഈ കാക്കയുടെ രൂപത്തിൽ പല പ്രാവശ്യം ഈ സീതയെ കാണുന്നുണ്ട്, ശല്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ ഈ ദേവേന്ദ്രൻ്റെ പുത്രനായിട്ടുള്ള ജയന്തൻ്റെ ചില സ്വഭാവ സവിശേഷതകൾ ഒഴിവാകുന്നത്. കാരണം ദേവേന്ദ്രനും ഇതുപോലെ സ്ത്രീ സഹജമായ ദൗർബല്യങ്ങളൊക്കെ ഉള്ള ആൾ എന്നുള്ള നിലയിൽ പുത്രനും അതിൻ്റെ ചില സ്വഭാവ സവിശേഷതകൾ കാണിക്കുകയും സീതയുടെ മുഖത്തും മാറിടത്തുമൊക്കെ മാന്തി പരിക്കേൽപ്പിക്കുകയും പരിക്കേൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പുൽക്കൊടിയായിട്ട് രാമൻ അമ്പെയ്തോടുകൂടി ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഈ ജയന്തൻ 4 ദിക്കിലേക്ക് പറക്കുകയാണ്. എല്ലായിടത്തും ചെന്നിട്ടും ഒരു രക്ഷയില്ല. അവസാനം ദേവന്മാരെല്ലാവരും കൂടെ പറഞ്ഞു, നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇനി ശ്രീരാമനെ തന്നെ അഭയം പ്രാപിക്കണം. അങ്ങനെ ജയന്തൻ ശ്രീരാമൻ്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിക്കുകയും കരയുകയും ചെയ്യുന്നു. ആ സന്ദർഭത്തിൽ ജയന്തൻ എന്ന കാക്കയോട് ഈ ശ്രീരാമൻ പറയുന്നു, ഞാൻ എയ്ത അമ്പ് വെറുതെ ആവില്ല, അത് കൊള്ളും, കാക്കയെ കൊള്ളും, പക്ഷേ കാക്കയെ കൊല്ലില്ല. ഒരു ചെറിയ മുറിവെങ്കിലും ഏൽപ്പിച്ചില്ല എങ്കിൽ അത് കുഴപ്പമാണ്. അതുകൊണ്ട് കാക്കയുടെ ഒരു കണ്ണിൽ അത് കൊള്ളും എന്ന് പറഞ്ഞു. അങ്ങനെ ജയന്തന് എന്ന കാക്കയ്ക്ക് മേലെ എയ്ത അമ്പാണ് കാക്കയുടെ ഒരു കണ്ണ് കളഞ്ഞത്. കാക്കയ്ക്ക് ഒറ്റ കണ്ണേ ഉള്ളൂ എന്നുള്ള വിശ്വാസം വരുന്നത് രാമായണത്തിലെ ഈ കഥയിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ഈ കഥയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാമൻ്റെയും സീതയുടെയും സ്വകാര്യതയിൽ രാമനും സീതയും മാത്രം അറിയുന്നൊരു കഥയാണ്. ഹനുമാൻ സീതാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ലങ്കയിൽ ചെന്ന സന്ദർഭത്തിൽ ലങ്കയിൽ വെച്ച് സീത ഹനുമാനോട് ഈ കഥ പറയുന്നു.
അതായത് താനും രാമനും കൂടി ഇരുന്നപ്പോൾ ഉണ്ടായ സംഭവം എന്നുള്ള നിലയിൽ ഒരു അടയാള വാക്യം പോലെ ഇത് പറയുകയാണ്. മാത്രമല്ല ഇത് മൂന്നാമതൊരാൾ അറിയുന്നത് അവരിഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം സീതയെ ജയന്തൻ വന്ന് ആക്രമിച്ചു എന്നറിയുന്നത് ഒരു മോശം വാർത്തയായതുകൊണ്ട് മൂന്നാമതൊരാൾ അറിയുന്നതും അവരിഷ്ടപ്പെട്ടില്ല. അങ്ങനെ കാക്ക രാമായണത്തിലെ പ്രധാന സന്ദർഭമായിട്ട് വന്ന് സീതയുടെ പാതിവൃത്യവും അതോടൊപ്പം തന്നെ രാമൻ്റെ ദൈവികതയും വെളിവാക്കുന്ന ഒരു സന്ദർഭം എന്നുള്ള നിലയിൽ രാമായണത്തിലെ കാക്ക കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാകേണ്ടതുണ്ട്. തൽക്കാലം ഞാൻ നിർത്തുന്നു. നമുക്ക് കൂടുതൽ അറിവുകളും കൂടുതൽ വായനയുമായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നന്ദി, നമസ്കാരം.